കുട്ടികൾക്ക് സ്ഥിരമായിട്ട് മൂക്കടപ്പ് അതേപോലെ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്കിൽ അത് അഡിനോയിഡ് എൻലാർജ്മെൻറ്റ് കൊണ്ടാവാം. 12 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് മൂക്കിന് പിറകുവശത്തായിട്ടും തൊണ്ടയുടെ മുകൾ വശത്തായിട്ട് കാണപ്പെടുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് അഡിനോയിഡ്. ഇത് കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ചില സാഹചര്യങ്ങളിൽ ഇത് വീർത്ത് വരുന്നതായിട്ട് കാണാറുണ്ട്, അതായത് എൻലാർജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനെ പറയുന്നതിനാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി. അഡിനോയിഡ് ഹൈപ്പർട്രോഫിക്ക് കാണപ്പെടുന്ന പ്രധാന ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന പോലെ ഉണ്ടാവും, അതുപോലെ സ്ഥിരമായിട്ട് മൂക്കടപ്പ് ഉണ്ടാവും, ഉറക്കം എപ്പോഴും ഡിസ്റ്റേബിഡ് ആയിരിക്കും കുട്ടികളുടെ, എപ്പോഴും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതൊക്കെ ആയിട്ട് പേരൻസ് പറയാറുണ്ട്. അതേപോലെ തന്നെ ഈ വാ തുറന്നുറങ്ങുമ്പോൾ മോണ തള്ളി വരുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ രാത്രി ഡിസ്റ്റേബിഡ് ആയിട്ടുള്ള ഉറക്കമാകുമ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് അമിതമായ ക്ഷീണം അനുഭവപ്പെടാം. ഈ ക്ഷീണം കുട്ടികളുടെ പഠനത്തെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതുണ്ട്. അത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനുവേണ്ട ചികിത്സ എടുക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് കാണാൻ നമ്മൾ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യും.